ഇസ്രായേൽ രൂപീകൃതമായ കാലം മുതൽ അവരെ ഉന്മൂലനം ചെയ്യാൻ അരയും തലയും മുറുക്കി കഴിയുകയായിരുന്നു അവർക്ക് ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. എന്നാൽ ഇന്ന് കാണുന്ന സൈനികവും സാങ്കേതികവുമായ മികവിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് കടുത്ത പരാജയം ഏറ്റുവാങ്ങാനായിരുന്നു അവരുടെ എല്ലാം വിധി. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു രാജ്യമായിരുന്ന ഈജിപ്തിൽ രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡ് എന്ന ഭീകര സംഘടനയുടെ അതിതീവ്ര കൃത്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിയോഗിച്ചാക്കിയ ഭീകരന്മാരെ ഹമാസ് എന്ന ചെല്ലപ്പേരിട്ട് പലസ്തീൻ്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന ലേബലും ഒട്ടിച്ച് ഇസ്രായേലിനെതിരെ കളത്തിൽ ഇറക്കിയത് ഇറാൻ എന്ന രാഷ്ട്രം ആയിരുന്നു. ഇതേ പാറ്റേണിൽ തന്നെ ഇറാൻ കളത്തിൽ ഇറക്കിയതാണ് ലെബനോനിലെ ഹിസ്ബുള്ള തീവ്രവാദികളെയും യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി ഭീകരന്മാരെയും. തങ്ങളെ മുളയിലെ നുള്ളാനിറങ്ങിയ ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ദുരാശകൾക്ക് ശമനം വന്നുവെങ്കിലും മുഖമില്ലാത്ത ഈ തീവ്രവാദി കൂട്ടങ്ങളാണ് അരനൂറ്റാണ്ടിലധികമായി ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നത്. അതിനു മുമ്പിൽ നിന്ന ഭീകരക്കൂട്ടങ്ങളായിരുന്നു പലസ്തീൻ്റെ പേരിൽ അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന ഹമാസ് തീവ്രവാദികൾ. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ ജയം ഇസ്രായേലിന് ഒപ്പമായിരുന്നുവെങ്കിലും പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ ആകമാനം സമാധാനത്തിന് തുരങ്കം വയ്ക്കാൻ പോകുന്നതായിരുന്നു ഇവരുടെ ഏറ്റുമുട്ടലുകൾ. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഇവർ തമ്മിലുള്ള ഏറ്റവും പുതിയ യുദ്ധം ഇപ്പോഴും ശമനമില്ലാതെ അങ്ങനെ തുടരുകയാണ്. പലസ്തീനിലെ ഭരണകൂടമായ പലസ്തീൻ അതോറിറ്റിയെയും അവരുടെ സൈന്യത്തെയും നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ടായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഗാസ കേന്ദ്രമാക്കി പലസ്തീനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സംഘർഷം ശമിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ പലവട്ടം ചർച്ച നടത്തുകയും പല ഫോർമുലകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും എല്ലാം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് 93 ഉരുത്തിരിഞ്ഞ ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്നത്. അന്നത് അട്ടിമറിക്കപ്പെട്ടുവെങ്കിലും ഇപ്പോൾ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ആ ധാരണകൾ തിരികെ വരുന്ന ലക്ഷണങ്ങളാണ് വ്യക്തമായിരിക്കുന്നത്. രാഷ്ട്രമെന്ന നിലയിൽ പലസ്തീനെ അംഗീകരിക്കാൻ ബ്രിട്ടനൊപ്പം ഫ്രാൻസും കാനഡയും അടങ്ങുന്ന രാജ്യങ്ങൾ, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരുന്നതോടെ ആ കാര്യങ്ങൾ സുഗമമാകുമെങ്കിലും ആയതിലേക്കുള്ള ആദ്യത്തെ കടമ്പയായി അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ്. ഹമാസിനെ പിരിച്ചുവിട്ട് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറണമെന്നും പലസ്തീൻ്റെ ഭരണത്തിൽ ഒരു സ്വാധീനവും ഉന്നയിക്കാത്ത തരത്തിൽ ഹമാസിനെ വന്ധ്യംകരിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ തുല്യം ചാർത്താൻ മുന്നോട്ട് വന്നത് ഇക്കണ്ട കാലം മുഴുവൻ ഹമാസ് നേതാക്കന്മാരുടെ നെഞ്ചിൽ ഓട്ട വീഴാതെ കാത്ത് പരിപാലിക്കാൻ ഖത്തറും ഹമാസിൻ്റെ ഈറ്റിലുമായ ഈജിപ്തും സൗദി അറേബ്യയും അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുമാണെന്ന വിവരം ഇപ്പോൾ ഹമാസിനെയും ഇറാനെയും കേരളത്തിലെ അടക്കമുള്ള ആഗോള ഹമാസ മാനസന്മാരെയും വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ ചൊറിയാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് തങ്ങളുടെ നേതാക്കന്മാർക്ക് കൂട്ടും കുടുംബവുമൊക്കെയായി ഇസ്രായേലിനെ പേടിക്കാതെ അടയിരിക്കാൻ സ്ഥലമൊരുക്കി കൊടുത്ത ഖത്തർ എക്കാലത്തും തങ്ങളുടെ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമെന്ന് ധരിച്ചുവശായ ഹമാസിനെ പച്ചയ്ക്ക് തേച്ച ഖത്തറിൻ്റെ നീക്കത്തിൽ അടിമുടി വിയർത്തിരിക്കുകയാണ് ഹമാസും കൂട്ടരും. മാത്രമല്ല അത്യപൂർവമായ നീക്കത്തിലൂടെ കാലങ്ങളായി കൂട്ടിവെച്ചിരിക്കുന്ന ആയുധങ്ങളെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറാനും അധികാരം ഉപേക്ഷിക്കാനും അറബ് രാജ്യങ്ങൾ കൂടി നിർദ്ദേശങ്ങൾ നൽകി. തങ്ങൾക്ക് ചരമക്കുറിപ്പ് എഴുതിയത് ഇടിമിന്നലായിട്ടാണ് ഹമാസിൻ്റെ മേൽ ഇപ്പോൾ നിബന്ധിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തെ 22 അംഗ അറബ് ലീഗും മുഴുവൻ യൂറോപ്യൻ യൂണിയനും മറ്റ് 17 രാജ്യങ്ങളും പിന്തുണച്ചിരിക്കുകയാണ്. പലസ്തീൻ ഭരണത്തിൽ ഒരിടത്തും ഹമാസ് ഉണ്ടാകരുത് എന്നും രാജ്യത്തുടനീളമുള്ള ഭരണം, നിയമപാലനം, സുരക്ഷ എന്നിവ പലസ്തീൻ അതോറിറ്റിയുടെ മാത്രം ഉത്തരവാദിത്തം ആയിരിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഹമാസിനെ വേരോടെ വെട്ടിയല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ലെന്ന ഇസ്രായേലിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ മുന്നിൽ അറബ് രാഷ്ട്രങ്ങൾ പത്തിമടക്കി എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണ് ഇത്. ഇതിനു പുറമെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഹമാസിനെ ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുകയും ഞങ്ങൾക്ക് സമാധാനപൂരിതമായ ജീവിതവും ഭക്ഷണവും വേണം, അതുകൊണ്ട് നിങ്ങൾ ഈ മണ്ണ് വിട്ട് പോകണമെന്ന് ഹമാസിനോട് പറഞ്ഞുകൊണ്ട് ഗാസൻ ജനതയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹമാസ് പോരാളികളാണെന്ന് പ്രഖ്യാപിച്ച ഇപ്പോഴത്തെ അഖിലേന്ത്യാ CPM നേതാവ് MA ബേബിക്കും എന്ത് തെമ്മാടിത്തരം കാട്ടിയാലും ഹമാസ് നിരപരാധികളാണെന്ന് തട്ടിമൂളിച്ച സഖാവിനും മാങ്കുറ്റിയും മഹേഷുമടക്കം ഹമാസിനായി നിരന്തരമായി കരഞ്ഞ കോൺഗ്രസ്സുകാർക്കും പിന്നെ പടമായി തുരങ്കഭിത്തിയിൽ കയറിയ ഹമാസ് നേതാക്കന്മാരെ തൃത്താലയിലൂടെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഹമാസ് ഫാൻസിനും
ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതല്ലാത്തതായിരിക്കുമെന്ന് തീർച്ചയാണ്. വോട്ട് ബാങ്ക് ലാക്കാക്കി ഇസ്ലാമിക സമൂഹത്തിന് നേരെ എറിയാനുള്ള ഹമാസ് പ്രേമത്തിൻ്റെ വായ്പാട്ടുകൾ നിർത്തലാക്കപ്പെടുന്നതിൽ ഇടതർക്കും വലതർക്കും ഉണ്ടാകുന്നത് വലിയ കുണ്ഠിതം തന്നെയായിരിക്കും. ഇസ്രായേലിൻ്റെ കൈകൾ കൊണ്ട് ഹമാസിൻ്റെ നാശം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഖത്തർ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നതോടെ ഹമാസ് ചരിത്രത്തിലേക്ക് ചരമഗതി പൂകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്നതും ഹമാസ് ഇല്ലാതാകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ധാരണകൾ പുതിയ ധാരണകളോട് സമരസപ്പെട്ടാൽ ഇറാൻ്റെ എതിർപ്പ് ഒരു വിഷയമേ ആകില്ലെന്നതും തീർച്ചയാണ്. ഏതായാലും ഗാസയിൽ നിലവിളികളില്ലാത്ത ഒരു കാലം അത് ലോകത്തിലെ സമാധാനകാംക്ഷികളുടെ പ്രാർത്ഥനയും സ്വപ്നവുമാണ്.